ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ 4ാമത്തെ ദിവസമായി കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് കുറേശ്ശൊക്കെ സുഖമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡയറ്റ് അതേപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നതാ രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ നമ്മൾ ഒരു വലിയ കൊപ്പ നിറച്ച് വെള്ളമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കുടിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫുഡുകളൊക്കെ. അപ്പോൾ വെള്ളം ഇതിൽ നല്ലൊരു മുഖ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ആരും സ്കിപ്പ് ചെയ്ത് കഴിയുന്നത്ര വെള്ളം കുടിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതങ്ങനെ ഈ ഒരു കോപ്പയിൽ കുടിച്ചു. ഇതിങ്ങനെ ഈ ഒരു കോപ്പയിൽ 5 കോപ്പ കുടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. അപ്പോൾ അത് ആകുമ്പോൾ നമുക്ക് എന്തായാലും 5 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിലെത്തും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരില്ല. നല്ല മൂത്രം ഒഴിക്കാനും കാര്യങ്ങൾ ബാത്റൂമിലൊക്കെ പോകാനൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇന്ന് വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ നോക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ 1.5 വിട്ട ദിവസങ്ങളിലാണ് നമ്മൾ വെയിറ്റ് നോക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാമല്ലോ, ഒരുമിച്ച് പോവാമല്ലോ. ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക മോട്ടിവേഷനാണല്ലോ. നമ്മളും ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളപ്പം എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമുക്ക് വെയിറ്റൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മുന്നോട്ട് ഒരുമിച്ച് പോവാം. പിന്നെ എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും 68-70 കിലോനൊക്കെയാണ് കേട്ടോ. അതെന്തായാലും ഞാൻ ആവില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ എത്രയാണ് വെയിറ്റ് നോർമലി എനിക്ക് വേണ്ടത് എന്ന്. അപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു 67-68 കിലോനെ പറ്റുള്ളൂ. പോട്ടെ, 70 കിലോ വരെ പോവാം. പക്ഷേ അതൊന്നും ഏതായാലും നടക്കില്ല. എനിക്കൊരു 80 വരെ ആക്കിയാൽ തന്നെ ഞാനൊരു കാണാനൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാവും, വൃത്തിയിലായിട്ട് വരാറുണ്ട്. വലിയ ഫാറ്റും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ പിന്നെ അത് അത്രയേ ഉള്ളൂ, എനിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് പോകാം. അവിടെ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. ചിക്കൻ ഇതവിടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ ഇപ്പം ഉണ്ടാക്കേണ്ടതെന്നൊരു പ്ലാനൊന്നുമില്ല. രാത്രിയൊക്കെ ഇന്നലെ ദോശ ഉണ്ടാക്കണം എന്നൊക്കെ ആയിരുന്നു. ദോശ ഈ ഒരു പൊടി കലക്കിയിട്ടുള്ള നമ്മുടെ അപ്പല്ലേ, എന്താ പറയുക, കലക്കിപ്പാർന്ന അപ്പം. ഇവിടെയൊക്കെ ഞങ്ങളിവിടെയൊക്കെ കലക്കിപ്പാർന്ന അപ്പം എന്നാണ് പറയുക. അതുണ്ടാക്കണം എന്നൊക്കെയാണ് പ്ലാന്. നോക്കട്ടെ കിട്ടുമോ. എൻ്റെ ആ ഒരു ഉണ്ടാക്കുന്ന പാന് കേടാണ് കേട്ടോ. അതിങ്ങനെ ചട്ടിന്ന് അത് കിട്ടൂല അപ്പം ചുട്ടാൽ. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് റെഡിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ നേരെ ചിക്കൻ ഒന്ന് സെറ്റാക്കി. അപ്പോൾ നേരത്തെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ കരുതി ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ കടല, ചെറുപയർ അങ്ങനെയുള്ള ഒന്നും വെള്ളത്തിലിട്ടിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല തലേ ദിവസം കേട്ടോ. എന്താ അറിയില്ല, ഇന്നലെ ഒരു സുഖം തന്നെ ഉണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു സാഡായിരുന്നു കേട്ടോ. നല്ല രാത്രിയൊക്കെ തലവേദന, ഒരു മന്ദപ്പും കാര്യമൊക്കെ ആയിരുന്നു. ഇന്ന് ഏതായാലും ഒരു ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. തല നനച്ച് ഇതുവരെ കുളിച്ചിട്ടില്ല, ഒക്കെ മേലെ എഴുക പോരാന്നല്ലാതെ. അപ്പം ഞാൻ എന്താ പറയുക, ഒന്ന് കറി എന്താ ഇപ്പം ഉണ്ടാക്കുക എന്നുള്ള ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്നൊക്കെ കരുതി നിൽക്കുമ്പോഴാണ് ചിക്കൻ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതങ്ങോട്ട് റെഡിയാക്കാം. അതാണ് കറിയാക്കിയാൽ നമുക്ക് ഉച്ചക്കൂടി അത് മതിയല്ലോ. അപ്പോൾ വേഗം അത് ക്ലീൻ ചെയ്ത് വേഗം കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇനി ഇതുമോനും വയ്യ കേട്ടോ. എൻ്റെ പനി ഇനി കുറേശ്ശെ അവൾക്ക് കിട്ടിയതുകൊണ്ട് അവളും ഒരു സുഖമല്ല അവൾക്കും. അപ്പോൾ അവൾ സ്കൂളിൽ പോകണില്ല. അപ്പോൾ അതുകൊണ്ട് തിരക്കൊന്നുമില്ല, സാവധാനം ഉണ്ടാക്കിയാൽ മതി. ഒരു 9-10 മണിയാകുമ്പോഴേക്കും നമുക്ക് ഫുഡ് ആയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കുക. എന്നാൽ ഉച്ചക്ക് നമുക്ക് എന്താണ് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അത് ഉച്ചക്കത്തെ ചോറിലേക്കും നമുക്ക് അത് തന്നെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കലക്കി പറഞ്ഞ അപ്പം ഞാൻ കുറേ ആയിട്ടുണ്ടാക്കിയിട്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ആ പാന് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ കേട് വന്നതാണ്. പിന്നെ ഉണ്ടാക്കുമ്പോൾ ഈ ദോശ ചട്ടിന്ന് നമുക്ക് കിട്ടുകയില്ല. പിന്നെ എനിക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ട് ആ ഒരു അപ്പം പാർന്ന് ഇങ്ങനെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും കുറച്ച് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇച്ചിരി പൊടി ഇട്ടിട്ട് കലക്കിയിട്ട് വെള്ളം പാർന്ന് കലക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഇതിലേക്ക് ഇനി മുട്ട പൊട്ടിച്ചാൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. മുട്ട പാരുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പോൾ കിട്ടും തോന്നുന്നു അല്ലേ. അപ്പോൾ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ചെയ്തില്ല. ഞാൻ വേഗം നന്നായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് പാർന്നിട്ടു. അപ്പോൾ അത് ഫസ്റ്റത്തെ അപ്പാണിത്. നമുക്ക് പണി കിട്ടിയിട്ട് അതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് പോകുന്നില്ല. ഏതോ ഒരു സംഭവത്തിലൊക്കെ
ഏത് ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പോട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അത് ഈ ഒരു പാന് ഞാൻ റെഡി ആക്കിയിട്ടെൻ്റെ കാര്യം എന്നുള്ള ഒരു വാശിയിലാണ് കേട്ടോ. വീണ്ടും ഞാൻ നല്ലോണം എണ്ണയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ആക്കിയിട്ട് വീണ്ടും പാർന്നിട്ടുണ്ട്. അങ്ങനെ 1-2 വട്ടം ഞാനത് ട്രൈ ചെയ്ത് ഒരു 2-3 അപ്പം കേട് വന്നു. അങ്ങനെ റെഡിക്ക് കിട്ടിയില്ല. പക്ഷേ നമ്മൾ തന്നെയല്ലേ കഴിക്കാനുള്ളത്, മക്കളും ഹസ്ബൻഡ് തന്നെയല്ലേ. ഞാൻ എന്തുണ്ടാക്കിയാലും അവർ കഴിക്കൽ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് ഇന്ന് ആ ഒരു പാൻ റെഡിയാക്കിയിട്ട് എൻ്റെ കാര്യം എന്നുള്ള വാശിയിൽ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. വീണ്ടും ചുടുന്നുണ്ട്. ഒരു അടുപ്പത്ത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പം കറക്റ്റ് ചട്ടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3ാമത്തേതാണെന്ന് എനിക്ക് തോന്നുന്നു റെഡിക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ അങ്ങോട്ട് അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. അങ്ങനെ നമ്മളപ്പോൾ ഒരു അടുപ്പത്ത് നമ്മൾ പിന്നെ സ്റ്റൗവിൽ നമ്മൾ അപ്പം ചൂടുന്നുണ്ട്, മറ്റേ അപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം പിന്നെ നമ്മുടെ പരിപാടികളിലേക്ക് കടന്നു. അപ്പം നമ്മുടെ ഡയറ്റും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എനിക്കിപ്പോൾ ക്ഷീണം കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പനിയും മാറിയപ്പോൾ കുറേ ക്ഷീണത്തിന് ആക്കണ്ട. അപ്പോൾ ഞാനിന്ന് നല്ല രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ നമ്മുടെ എന്താ അറിയില്ല, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനമാണ്. ഞാൻ ഡയറ്റിലാണല്ലോ, ഞാൻ വെയിറ്റ് കുറയല്ലോ എന്നുള്ള ഒരു സമാധാനമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ള സന്തോഷം മാത്രമേ ഉണ്ടുള്ളൂ. പക്ഷേ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. രാവിലെ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും, നോക്കുമ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വണ്ണം വെച്ച് ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ഡയറ്റിലാവുമ്പോൾ നമുക്ക് ആ ഒരു സമാധാനം ഉണ്ടാവും. നമ്മൾ ഡയറ്റിലാണല്ലോ, ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമല്ലോ, ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കുറയുമല്ലോ എന്നൊക്കെയുള്ള ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ത്രില്ലിലാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു എന്താ പറയുക എക്സസൈസും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയറ്റ് ആകുമ്പോൾ എക്സസൈസിൻ്റെ ആവശ്യമില്ല, എന്നാലും വയറൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണതാണ് നല്ലത്. വയറിൻ്റെ ഭാഗം നമുക്ക് ഏറ്റവും ലാസ്റ്റ് കുറയണ ഭാഗമാണ്. ഞാൻ ഫസ്റ്റ് ചെയ്തന്ന് 35 കിലോ കുറഞ്ഞിട്ട് ഞാൻ 75 വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 75 ആ വെയിറ്റ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അപ്പോഴും കുറേശ്ശെ വയറുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ അപ്പോൾ എനിക്ക് തോന്നി എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വയറും പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം ഇപ്രാവശ്യം എനിക്ക് ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കണം. ഞാൻ എക്സസൈസ് കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ വയറും മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രാവിലെ നമ്മൾ 2 മുട്ടയും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഒരു പീസ് ലിവർ എടുത്തിട്ടുണ്ട്. കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഇന്ന് കറണ്ട് പോയിട്ട്, അതാണ് ആ വെളിച്ചം കാണാത്തത്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. ആ കറണ്ട് പോയപ്പോൾ ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ. പതയായിട്ട് ആ ഒരു ബട്ടർ കോഫീൻ്റെ ടേസ്റ്റിൽ അങ്ങോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. കുറച്ചൊരു പത പോലെ ഇങ്ങനെ അടിച്ച് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അടുപ്പത്ത് വെള്ളം വെച്ചു, അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ടു, തിളപ്പിച്ചു, കാപ്പിപ്പൊടി ഇട്ടു, അങ്ങനെ എടുത്ത് കുടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നീനൂട്ടി ഇതുമൊക്കെ ദോശ. അപ്പോൾ നീനൂനോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അവൾ 2-3 ദോശ കഴിച്ചു. കാരണം കുറേ ദിവസമായിട്ട് ഈ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒന്നാമതായിട്ട് നമ്മുടെ പാന് കിടന്നില്ലേ, ആ ഒരു സംഭവം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ആ ഒരു ദോശ ചുടുന്നത് നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. എൻ്റെ ചാനൽ ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ ആ ഒരു അപ്പം ചുടുന്നത്. അപ്പം അതിൻ്റെ മക്കൾ കുറേ ദിവസമായില്ല അങ്ങനെ കഴിച്ചതിൻ്റെ ഭയങ്കര ആ ഒരു സന്തോഷത്തിൽ നല്ലോണം കഴിച്ചു. പിന്നെ കൂടെ കഴിക്കാൻ കറിയായിട്ട് നമ്മുടെ ചിക്കൻ കറിയല്ലേ ഉള്ളത്, അപ്പോൾ പിന്നെ കഴിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാറുള്ളൂ. കാരണം നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് മാക്സിമം ഒരു മണിക്കൂറൊക്കെ എനിക്ക് അതിന് ഇരിക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അതൊക്കെ സെറ്റായി വരുമ്പോഴേക്ക് ആഴ്ചയിൽ 2 വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ട്. ന്യൂ ഇയർ ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇതുവരെ നടന്നിട്ടില്ല. പനിയൊക്കെ ആയിട്ട് എനിക്ക് പിന്നെ വിചാരിച്ച പോലെ പണികളൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നില്ല. മേലും കൈയൊക്കെ വേദനയായിട്ട്. അപ്പം ഏതായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ മാസം ലാസ്റ്റോട് കൂടി ഒരു 2 വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ചാനലിലേക്ക് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അതും നടക്കും, നമുക്ക് സുഖമാവട്ടെ അല്ലേ.
അപ്പോൾ നമ്മളിവിടെ ഇനി ഇപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു, പാത്രം കഴുകൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പം ഈ ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഇനി നമുക്ക് ചോറ് വെക്കണം, പിന്നെ എന്തെങ്കിലും തോരൻ ഉണ്ടാക്കണം, ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഒരു 12 മണി വരെയൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്നിട്ട് താഴേക്ക് പോയിട്ട് നമുക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ വെയിലൊക്കെ ചൂടാവും ചെയ്യാണ്. അപ്പം അതിന് മുന്നേ തന്നെ ആ പണികളൊക്കെ തീർക്കുക, ഇങ്ങനെ തയ്ക്കലൊക്കെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടത്താമെന്നൊക്കെ കരുതി. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സംഭവം. നമ്മൾ ഇന്നലെ വന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തയ്ക്കണം, അതിൻ്റെ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ ഞാനൊരു 10-10:30 ആയപ്പോഴാണ് കയറിയിട്ടുള്ളത്. 12 മണി വരെ നമ്മൾ ഇതിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. നമുക്ക് 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ചിക്കൻ കറി അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചിക്കൻ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒരു 12 മണി ഞാൻ അലാറം വെച്ചിട്ടാണ് കേട്ടോ പിന്നെ തയ്ക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു അലാറം അടിച്ചപ്പോൾ ഞാനിത് താഴത്തേക്ക് ഇറങ്ങി വന്നാണ് കിച്ചണിക്ക്. അങ്ങനെ ഒരു കോപ്പ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഞാനിന്ന് ലൈമ് മാത്രം ചുടുവെള്ളത്തിലാണ് കേട്ടോ ലൈമ് ഉണ്ടാക്കിയത്. എനിക്ക് നല്ലതാണ്, അലർജിക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ നാരങ്ങ വെള്ളം നമ്മൾ ചുടുവെള്ളത്തിൽ കുടിക്കണം, ഉപ്പോ പഞ്ചസാര ഒന്നും ഉപയോഗിക്കാതെ. അപ്പോൾ ഇന്നത്തെ ഞാനിതാ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കോവൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി, നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കി. ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മുടെ കോവൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി ഇവിടെ നമ്മുടെ അവിടെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുക്കറിൽ നമ്മൾ ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ അതൊക്കെയാണ്. ഇനി കുറച്ച് ചിക്കൻ നമ്മൾ മസാല തേച്ച് വെച്ച് ചിക്കൻ ഒന്ന് പൊരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവർ ഗീ റൈസ്, പിന്നെ എന്താ പറയുക ചിക്കൻ കറി, അതിലേക്ക് ചിക്കൻ പൊരിച്ചത്, നമ്മുടെ കോവക്ക ഉപ്പേരിയൊക്കെ അവർ കഴിക്കുന്നുണ്ട്. നമ്മളിതവിടെ ആ ഒരു കോവക്ക ഉപ്പേരി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇന്ന് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കന് ഉച്ചയ്ക്ക് പനീറുള്ളതുകൊണ്ട് ചിക്കൻ കഴിച്ചില്ല കേട്ടോ. കാരണം ചിക്കൻ നമുക്ക് അധികം ഇത് കഴിക്കുന്നത് നല്ലതല്ല, ബോയിലർ ചിക്കന് കഴിക്കുന്നത് നല്ലതല്ല. നമുക്ക് നാടൻ ചിക്കനൊക്കെ കിട്ടുന്ന കാട അതൊക്കെ കിട്ടുകയാണെങ്കിൽ കഴിക്കാം, അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ ബോയിലർ ചിക്കനാണല്ലോ നമ്മൾ കൂടുതൽ വീട്ടിൽ കൊണ്ടുവരിക, അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്തില്ല. നന്നായിട്ട് ബട്ടറിൽ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഞാൻ പനീറിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു. ഒന്ന് ചൂടായാൽ തന്നെ പെട്ടെന്ന് വേവിട്ട് പനീർ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിലേക്ക് ഞാൻ നല്ല തൈരൊക്കെ പാർന്ന് നല്ല കഴിച്ചു നല്ല വിശപ്പൊക്കെ മാറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ലഞ്ചായിരുന്നു. അതൊക്കെ കഴിച്ച് ഞാൻ വേഗം പിന്നെ കിച്ചണ് വൃത്തിയാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ നമ്മൾ 12 മണിക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഗീ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സമയത്ത് പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നേരമല്ലല്ലോ, 1 മണിയാകുമ്പോഴേക്കും ഫുഡ് ആവണ്ടേ. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയതുകൊണ്ട് അപ്പോൾ തന്നെ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ പാത്രങ്ങൾ അങ്ങനെ അവിടെ കൂട്ടിയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേഗം കഴുകാനൊക്കെ നിന്നു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിങ്ങനെ താഴേക്ക് വന്നപ്പോഴേക്കും അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അവളോട് കുറേ നേരം സംസാരിച്ചു. തുത്തുൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവൾക്ക് ഓളെ ഹസ്ബൻഡ് നല്ല ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരിന്ന് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്, പിന്നെ ഒരു ട്രിപ്പൊക്കെ പോകുന്നുണ്ടെന്ന്, അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ അവളുടെ ചാനലുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ, അവളുടെ ചാനലിൻ്റെ. അപ്പോൾ അവൾ അതിലിടും. ഇന്ന് നാളെ ആയിട്ട് അവൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നാളെയാണ് ഇടാറുള്ളത്. അങ്ങനെ നാളെ ഇടുമായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവൾ ചാനലിൽ പോയി കാണാം. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിക്കാൻ നിന്നാൽ പിന്നെ സമയം പോണത് അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഫോൺ വെക്കണം എന്നുള്ള വിചാരം ഉണ്ടാവില്ല. അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവളുടെ ഹസ്ബൻഡ് വിളിച്ച് ഇന്ന് ലഞ്ചിന് നമുക്ക് പുറത്ത് പോകാമെന്ന് വേഗം റെഡി ചെയ്യാൻ പറഞ്ഞപ്പോഴാട്ടോ ഫോൺ വെച്ചത്. അങ്ങനെ അതുകൊണ്ട് തന്നെ പിന്നെ തിരക്ക് പിടിച്ചായിരുന്നു. ഞാൻ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
ഒക്കെ പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് പാത്രങ്ങളൊന്നും അപ്പക്കപ്പം ഇങ്ങനെ നമ്മൾ കഴുകി വെക്കുക എന്നുള്ള സംഭവമല്ല, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങൾ ഉണ്ടാകുന്നത്. വേഗം ഞാൻ ഇന്ന് കഴുകി വെച്ച് അവിടെ നിന്ന് വൃത്തിയാക്കി വെച്ചാലേ നമുക്കൊന്ന് കുറച്ച് നേരമെങ്കിലും ഒന്ന് പോയി കിടക്കാനൊക്കെ ഒന്ന് കഴിയുള്ളൂ. പിന്നെ നീനുട്ടിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് അവൾ എൻ്റെ അടുത്ത് അവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ അവളെ കൊണ്ട് കഴുകിച്ചൂടെ വൃത്തിയാക്കിച്ചൂടെ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും വീടൊക്കെ ക്ലീനാക്കി അടിച്ചു വാരി തുടച്ച്, പിന്നെ നമ്മൾ കിടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച്, എന്നിട്ട് എല്ലാ മേശയൊക്കെ തുടച്ച് ടേപ്പോയും കാര്യങ്ങളൊക്കെ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് തുടച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവളോട് പറയുന്നത്, ഞാൻ പറഞ്ഞാൽ അവൾ ചെയ്യും കേട്ടോ. കാരണം അങ്ങനെ മടിയൊന്നുമില്ല. പാത്രം കഴുകുക എന്നൊക്കെ പറയുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം. അവൾക്ക് പണികൾ ജോലി ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടമുള്ളത് പാത്രം കഴുകുക എന്നുള്ളതാണ്. അടിച്ചു വാരി തുടക്കുന്നതാണ് അവൾക്ക് മടി. പക്ഷേ ഇന്ന് ഞാനും പോയതുകൊണ്ട് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ അവളുടെ ഡ്രസ്സാണല്ലോ തയ്ക്കുന്നത്, അപ്പോൾ തയ്ക്ക പോയതുകൊണ്ട് ഇന്ന് ഞാൻ വന്നപ്പോഴേക്കും നല്ല അടിപൊളി ക്ലീനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവൾ അങ്ങനെ ചോദിക്കരുതിട്ട് എനിക്ക് സങ്കടമാണ്. കാരണം അവൾ ചെയ്യാറുണ്ട്, മക്കൾ പണികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് മോള് പറയുന്നത് കല്യാണം കഴിഞ്ഞ് കിട്ടില്ല. അവൾ വരുമ്പോൾ അവിടുന്ന് ആയാലും ഐറൂസിനെ നോക്കൽ വേറെ ഒരു പണിയില്ല. കാരണം അവൾക്ക് അവിടെയും വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നവർക്ക് നമുക്ക് ഫുഡൊക്കെ അടുപ്പത്ത് ഒക്കെ ഉണ്ടാക്കണം, ആ തീയൊക്കെ കത്തിച്ച് വിറകൊക്കെ കത്തിച്ച് ഞാനൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതില്ലല്ലോ. എല്ലാം എന്താ പറയുക, ദോശമാവ് പുട്ടുപൊടി എല്ലാം ഓൾറെഡി സെറ്റാണ്. അതൊന്നും ഉണ്ടാക്കുക എന്ന് പറയുന്നതൊന്നും വലിയ ടാസ്ക്കല്ല. നമുക്കുള്ള ബുദ്ധിമുട്ടൊന്നും മക്കൾക്കില്ല ഇപ്പോഴത്തെ കാലത്ത്. എന്നാലും ഐറൂസിനെ നോക്കുക, അവന് ഫുഡ് കൊടുക്കുക, അവനെ കുളിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ഇവിടെ വരുമ്പോൾ ഒന്ന് കിടന്നാൽ മതി. അവൾ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അല്ലാതെ എന്താ പറയുക, ഒന്ന് ഉറങ്ങാൻ ഐറൂസിനെ നമ്മളെ ഏൽപ്പിച്ചോളൂ ഫ്രീ ആയിട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളത്. അല്ലാതെ അവിടെ പണി അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ പണികളൊന്നും കൂടുതലുണ്ടാവില്ല. അപ്പം പിന്നെ അവിടെ വൃത്തിയാക്കാനൊക്കെ ഒരാൾ വരും, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾ വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പണി കാര്യങ്ങളുണ്ടായിട്ടല്ല, ഇവിടെ വരുമ്പോൾ എന്നെ കാണുമ്പോൾ ഒക്കെ ഒരു ക്ഷീണമാണ്. അത് അങ്ങനെ തന്നെ ആവില്ലേ സാധാ നമ്മളെ മക്കളൊക്കെ. ഞാനും അങ്ങനെ അതേപോലെ ആയിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മാനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു പണി ചെയ്യില്ല കേട്ടോ. ഇനി ഉമ്മാക്ക് എന്തെങ്കിലും വയ്യെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അവിടെ അങ്ങനെ കിടക്കും. അത് നമുക്ക് നമ്മളമ്മമാരെ കാണുമ്പോൾ നമുക്കൊരു കൂടുതലൊരു ക്ഷീണമാണല്ലോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ആ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ, സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുക. ആ വിശ്രമിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. നമ്മൾ ഇതുവരെ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തു, അതിന് വോയിസൊക്കെ കൊടുക്കാനൊക്കെ നോക്കാനും ചെയ്യണം. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വിശ്രമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4-4:30 കൂടിയാണ് കേട്ടോ ഞാൻ വൈകുന്നേരത്തെ ആ ഒരു ചായ സ്നാക്സൊക്കെ കഴിക്കുന്നത്. സ്നാക്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബദാമും പിന്നെ നമ്മുടെ സാധാരണ കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കടല കുറച്ച് എടുത്തിട്ടുള്ളൂ, ബദാമാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അണ്ടിപ്പരിപ്പും കഴിക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് നമുക്ക് കഴിക്കാം, പിസ്ത കഴിക്കാം. പക്ഷേ അതൊക്കെ കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഞാനത് റിസ്ക് എടുത്തിട്ടില്ല. കാരണം വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പിസ്ത അണ്ടിപ്പരിപ്പൊക്കെ കഴിച്ചാൽ. അപ്പോൾ ഞാനതങ്ങനെ എടുത്തിട്ടില്ല. ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ 1-2 ഒക്കെ കഴിക്കാം കേട്ടോ ഒരു ദിവസം. പിന്നെ അത് വാങ്ങിയിട്ടില്ല ഞാൻ, ബദാം വാങ്ങിയിട്ടുള്ളൂ. പിന്നെ വാൾനട്ടും നല്ല അടിപൊളിയാണ് കേട്ടോ, വാൾനട്ട് കഴിക്കുന്നത് അത് നല്ല സംഭവമാണ്. പക്ഷേ ഞാനത് വാങ്ങിയിട്ടില്ല. ഇനി ബദാം വാങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് കുറേശ്ശെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു നട്ട്സിൻ്റെ കാര്യങ്ങൾ. വൈകുന്നേരത്തെ ഞാനതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറുതായിട്ട് റിപ്ലൈ തരാമെന്ന് കരുതി. അപ്പോൾ ഒന്ന് ബട്ടർ കോഫി ഉണ്ടാക്കാൻ നമ്മൾ എത്ര ബട്ടറാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ കോഫി ഉണ്ടാക്കാൻ നമുക്ക് ഒരു 50 ഗ്രാം ബട്ടറോളം ഒരു ദിവസം ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഞാനൊരു 25 ഗ്രാമൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ഒരു നേരമാണ് ബട്ടർ കോഫി കുടിക്കാറുള്ളത്, 2 നേരം കുടിക്കാറില്ല. അപ്പോൾ 2 നേരം വേണമെങ്കിൽ കുടിക്കാം. നമ്മൾ രാവിലെ ഒരു 10-20 ഗ്രാം എടുത്തിട്ട് നമുക്ക് ബട്ടർ കോഫി ഉണ്ടാക്കി കുടിക്കാം. പിന്നെ വേണമെങ്കിൽ വൈകുന്നേരം കുടിക്കാം കേട്ടോ. അങ്ങനെ 2ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ബട്ടർ കോഫി കുടിക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ ഏതായാലും ഒരു 40 ഗ്രാമെങ്കിലും നമുക്ക് അകത്ത് ചെല്ലുന്നത് നല്ലതാണ് കീറ്റോ ഡയറ്റിൽ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നല്ലോണം വെള്ളം കുടിച്ച് ഈ ഒരു ബട്ടർ കോഫിയൊക്കെ 2 നേരം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം പോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും സംശയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മലബന്ധം ഉണ്ടാവില്ലേന്ന്. കാരണം നമ്മൾ കൂടുതൽ പച്ചക്കറി, ഇതായി കക്കരിക്ക പോലുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒരുപാട് കുടിക്കുക, നമ്മൾ ഒരു വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുകയൊക്കെ ചെയ്താൽ ഒരിക്കലും നമുക്ക് ആ ഒരു മലബന്ധം സംഭവം വരില്ല കേട്ടോ. തൈരൊക്കെ ഒരുപാട് ഉപയോഗിക്കുക, വെള്ളം ഒരുപാട് കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രാത്രി ഞാൻ കക്കരിക്ക ചിക്കൻ്റെ ഒരു
പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഞാൻ ബട്ടർ ഇട്ടിട്ട് ഒന്നൊന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ, ചിക്കൻ്റെ ആ ഒരു കേടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ട്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം.